പ്രകൃതി സൗഹൃദ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നാൽ വികസനത്തെ പൂർണ്ണമായും പുറത്തു നിർത്തിക്കൊണ്ടുള്ള മുന്നേറ്റമല്ല, ഭാവി തലമുറയുടെ ബ്രൈറ്റ് ഫ്യൂച്ചറും ഗ്രീൻ ഫ്യൂച്ചറും ഒരുപോലെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലുകളാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ള സിൽവർ ലൈൻ പദ്ധതി ഭാവി കേരളത്തിനുള്ള ഈടുവെപ്പാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യാന്തര കോൺക്ലേവ് കൊല്ലം ചവറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിച്ച് പരിസ്ഥിതി ശോഷണം കുറയ്ക്കാനും നിർമ്മാണ രംഗത്ത് നൂതന ആശയങ്ങൾ രൂപപ്പെടുത്താനും അന്താരാഷ്ട്ര കോൺക്ലേവ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്തവാക്യം ലീവ് നോ വൺ ബിഹൈൻഡ് എന്നാണ്. ആരെയും പിന്നിൽ വിട്ടുകളയരുത് എന്നർത്ഥം. സാമൂഹികമായ മുന്നേറ്റമാണ് നവോത്ഥാനം ലക്ഷ്യം വെച്ചതെങ്കിൽ അതിന് സാമ്പത്തികമായ രൂപഘടന കൂടി നൽകി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്തത്. അതിന്റെ ഭാഗം കൂടിയാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ള സിൽവർ ലൈൻ പദ്ധതിയുമെല്ലാം ഭാവി കാരണത്തിനായുള്ള ഈടുവെപ്പുകളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ വിഴിഞ്ഞം ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നായി മാറുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടാണിന്നത്. ആ തുറമുഖത്തിന് കൂടി ഗുണകരമാകുന്ന തിരുവനന്തപുരത്തെ റിംഗ് റോഡ്, കൊച്ചി കോയമ്പത്തൂർ വ്യാവസായിക ഇടനാഴി, പാലക്കാട് വ്യാവസായിക സ്മാർട്ട് സിറ്റി, ദേശീയപാതയുമായി കൂട്ടിച്ചേർക്കപ്പെടുന്ന IT കോറിഡോർ, കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ള സിൽവർ ലൈൻ, ഇത്തരം കാര്യങ്ങളെല്ലാം ഭാവി കേരളത്തിനായുള്ള ഈടുവെപ്പുകളാണ്. ഈ ഒരു ഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ മാത്രം പോരാ, അവ സുസ്ഥിരമാവുക കൂടി വേണം എന്ന കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. പ്രകൃതി സൗഹൃദ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നുവെച്ചാൽ വികസനത്തെ പൂർണ്ണമായും പുറത്തു നിർത്തിക്കൊണ്ടുള്ള മുന്നേറ്റമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഭാവി തലമുറയുടെ ബ്രൈറ്റ് ഫ്യൂച്ചറും ഗ്രീൻ ഫ്യൂച്ചറും ഒരുപോലെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലുകളാണ് വേണ്ടത്. വിഴിഞ്ഞം തുറമുഖത്തിന് കൂടി ഗുണകരമാകുന്ന തിരുവനന്തപുരം റിംഗ് റോഡും കൊച്ചി കോയമ്പത്തൂർ വ്യവസായ ഇടനാഴിയും പാലക്കാട് വ്യാവസായിക സ്മാർട്ട് സിറ്റിയും ദേശീയപാതയുമായി കൂട്ടിച്ചേർക്കപ്പെടുന്ന IT കോറിഡോറും കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ള സിൽവർ ലൈൻ പദ്ധതിയുമെല്ലാം ഭാവി കേരളത്തിനായുള്ള ഈടുവെപ്പുകളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു. ഊരാളുങ്കൽ ചെയർമാൻ രമേശ് പാലാരി, മന്ത്രി ജെ ചിഞ്ചുറാണി, തോമസ് ഐസക്, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. വിദഗ്ധർ ഉൾപ്പെടുന്ന കോൺക്ലേവ് 3 ദിവസം നീണ്ടു നിൽക്കും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.